കൂട്ടുകാരെ, വെൽക്കം ടു ബഡീസ് ആൻഡ് ഫുഡീസ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര തോരനാണ് കേട്ടോ. ഇലവർഗ്ഗങ്ങളിൽ വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ചീര അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ആദ്യം ചേർക്കുമ്പോൾ അല്പമേ ചേർക്കാവൂ. ഇല വെച്ചിട്ടുള്ള തോരനായതുകൊണ്ട് വേഗം ഉപ്പ് പൊടിയും. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ദാ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. എല്ലായിടത്തും തേങ്ങ ഒന്ന് ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചീരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കാം. ചീരത്തോരൻ വേവുന്നതിനായി ഒത്തിരി സമയമൊന്നും വേണ്ട. 2 മിനിറ്റിനുള്ളിൽ ചീരത്തോരൻ വെന്ത് കിട്ടും. അപ്പോൾ 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊന്നും കൂടി മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇലക്കറികളൊക്കെ എപ്പോഴും തന്നെ കഴിക്കണം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയായും വരും വരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.